ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കരിയർ ട്രാക്കർ. കറണ്ട് അഫെയർ സീരീസിലെ ആറാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് 2025 പ്രധാനപ്പെട്ട സംഭവങ്ങളും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളും എല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ക്രിക്കറ്റിലെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ട്രോഫിയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസുമാണ്. എല്ലാവരും സ്ക്രീൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ IPL ഈ വർഷം ചാമ്പ്യന്മാരായത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആയിരുന്നു. എല്ലാവരും RCB എന്നൊക്കെ വിളിക്കുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആയിരുന്നു ഈ ഒരു സീസണിൽ IPLന്റെ കപ്പടിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ കുറച്ച് വിവരങ്ങൾ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ വൃത്തിയായിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ ഈ വർഷം നടന്നത് IPLന്റെ 18ാമത്തെ സീസൺ ആയിരുന്നു. അതിൻ്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ടാറ്റ IPL 2025 ആയിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ സ്ലൈഡ് ആഡ് ചെയ്തപ്പോൾ ആഡ് ചെയ്തേ ഉള്ളൂ. 18ാമത്തെ സെഷൻ ആയിരുന്നു എന്ന് ഓർത്ത് വയ്ക്കുക. കാരണം ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ വരും, 18ാമത്തെ പതിപ്പിൽ കിരീടം നേടിയ ടീം ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ 18ാമത്തെ എന്ന് പറഞ്ഞാൽ അത് 2025 നടന്നതാണ്. എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. 2025 ഇത് നടത്തുന്നത് അഡ്മിനിസ്ട്രേറ്റർ ചെയ്യുന്നത് ഈ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ BCCI ആണ്. പങ്കെടുത്ത ആകെ ടീമുകളുടെ എണ്ണം എന്ന് പറയുന്നത് 10 ആയിരുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആകെ 10 ടീമുകളായിരുന്നു പങ്കെടുത്തിരുന്നത്. ചാമ്പ്യന്മാരായത് നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ കണ്ടതുപോലെ തന്നെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ്, അല്ലെങ്കിൽ RCB ആണ്. ഇവരുടെ ആദ്യത്തെ കിരീടം കൂടിയായിരുന്നു ഈ ഒരു 18ാമത്തെ എഡിഷനിൽ ഇവർ നേടിയെടുത്തത്. അപ്പോൾ 18 വർഷമായിട്ട് RCBക്ക് എന്തുണ്ടായിരുന്നില്ല, IPL കിരീടം ഉണ്ടായിരുന്നില്ല. 18ാമത്തെ സീസണിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ആ ഒരു ടൈറ്റിൽ നേടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സീസണും കൂടിയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈറ്റിലാണ്. ആ ഒരു മത്സരത്തിൽ റണ്ണറപ്പ് ആയത് പഞ്ചാബ് കിങ്സ് ആയിരുന്നു. PPKS അല്ലെങ്കിൽ പഞ്ചാബ് കിങ്സ് ആയിരുന്നു അതിൽ റണ്ണേഴ്സ് അപ്പ് ആയത്. അപ്പോൾ ഇത്രയും കാര്യം വളരെ വൃത്തിയായിട്ട് എന്ത് ചെയ്യണം, ഒന്ന് ഓർത്ത് വെക്കണം. ഇനി IPLുമായി ബന്ധപ്പെട്ടിട്ട് എപ്പോഴും അതിൽ കുറേ അവാർഡുകൾ നൽകാറുണ്ട്. ഓറഞ്ച് ക്യാപ്പ്, പർപ്പിൾ ക്യാപ്പ്, ഫെയർ പ്ലേ അവാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം അവാർഡുകളുണ്ട്. അതിൽ ഓറഞ്ച് ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ക്രിക്കറ്റ് താരത്തിന് കൊടുക്കുന്ന പുരസ്കാരമാണ് IPL. ഈ വർഷം അത് നേടിയത് സായ് സുദർശൻ ആയിരുന്നു. അദ്ദേഹം റെപ്രസെന്റ് ചെയ്തിരുന്ന ടീം എന്ന് പറഞ്ഞാൽ ഗുജറാത്ത് ടൈറ്റൻസ് ആയിരുന്നു. അപ്പോൾ 10 ടീമുകളുണ്ട് നമ്മൾ പറഞ്ഞു. അതിലൊരു ടീമായിട്ടുള്ള ഗുജറാത്ത് ടൈറ്റൻസിലെ പ്ലെയർ ആയിരുന്നു സായ് സുദർശൻ. അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ പ്ലെയർക്കുള്ള ഓറഞ്ച് ക്യാപ്പ് ലഭിച്ചത്. അദ്ദേഹം നേടിയ ആകെ റൺസുകൾ എന്ന് പറയുന്നത് 759 ആണ്. ഇത് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഈ രണ്ട് കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ പർപ്പിൾ ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന പ്ലെയർക്ക് നൽകുന്ന പുരസ്കാരമാണ്. അത് നേടിയത് പ്രസിദ്ധ് കൃഷ്ണയായിരുന്നു. അദ്ദേഹം റെപ്രസെന്റ് ചെയ്ത ടീമും ഗുജറാത്ത് ടൈറ്റൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. പർപ്പിൾ ക്യാപ്പും ഓറഞ്ച് ക്യാപ്പും നേടിയത് ഒരേ ടീമിലെ അംഗമാണ് ഗുജറാത്ത് ടൈറ്റൻസ്. എന്നാൽ ആൾക്കാർ വ്യത്യാസമാണ്. സായ് സുദർശനാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ളത്. പ്രസിദ്ധ് കൃഷ്ണയാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയിട്ടുള്ളത് എന്ന് ഓർത്ത് വയ്ക്കുക. അദ്ദേഹം 25 വിക്കറ്റുകളായിരുന്നു ഈ 18th IPL എഡിഷനിൽ എന്ത് ചെയ്തത്, നേടിയത്. ക്യാച്ച് ഓഫ് ദ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സീസണിലെ ഏറ്റവും മികച്ച ക്യാച്ചിന് നൽകുന്ന ഒരു പുരസ്കാരമാണ്. അത് നേടിയത് നിക്കോളാസ് പുരാൻ ആയിരുന്നു. അദ്ദേഹം റെപ്രസെന്റ് ചെയ്ത ടീം എന്ന് പറഞ്ഞാൽ ലക്നൗ സൂപ്പർ ജയൻസ് ആയിരുന്നു. 14 ക്യാച്ചുകൾ എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഈ ഒരു ടൂർണമെന്റിൽ ഉടനീളം എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട് 14 ക്യാച്ചുകൾ. അതുപോലെ തന്നെ ഫെയർ പ്ലേ അവാർഡ് എന്ന് പറഞ്ഞ അവാർഡ് നേടിയത് ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു. അപ്പോൾ ഇവിടെ മാറിപ്പോകരുത്. ചാമ്പ്യന്മാരായത് RCB ആണ്, റണ്ണറപ്പ് ആയത് പഞ്ചാബ് കിങ്സ് ആണ്, ഫെയർ പ്ലേ അവാർഡ് നേടിയത് CSK അല്ലെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. അവാർഡ് ആദ്യം പുരസ്കാരം നേടുന്ന ആൾക്ക്, അതായത് ചാമ്പ്യൻസ് ആവുന്ന ആൾക്ക് ലഭിക്കുന്ന പുരസ്കാര തുക എന്ന് പറയുന്നത് 20 കോടി രൂപയാണ്. റണ്ണേഴ്സ് അപ്പിന് ലഭിക്കുന്നത് 12 കോടി രൂപയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ചാമ്പ്യന്മാരുടെ പേര്, അതുപോലെ തന്നെ ഈ ഓറഞ്ച് ക്യാപ്പ്, പർപ്പിൾ ക്യാപ്പ് എന്നിവർ നേടിയവരെ പേരും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ ഈ ഫെയർ പ്ലേ അവാർഡും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ റണ്ണേഴ്സ് അപ്പിൻ്റെ പേരും ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് IPLുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുണ്ടായിരുന്നത്. ഈ കാര്യങ്ങൾ വൃത്തിയായിട്ട് ഓർത്ത് വെക്കുക. കാരണം ഡയറക്റ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു മേഖലയാണ് IPL എന്നൊക്കെ പറയുന്നത്. വന്നു കഴിഞ്ഞാൽ നമുക്കത് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റണം, ആ ഒരു മാർക്ക് നമുക്ക് കിട്ടണം. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് മീറ്റ് ചെയ്യാം. ഓക്കെ.